Let us all turn to book of Romans chapter 9 and let us read verses 14 to 33. റോമാലേഖനം 9-ാം അധ്യായം 14 മുതൽ 33 വരെയുള്ള ആ വേദഭാഗം നമുക്ക് വായിക്കുകയും തുടർന്ന് നമുക്ക് ചിന്തിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്, നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും തന്നെ എന്ന് തിരുവെഴുത്തിൽ ഫറവോനോട് അരുളി ചെയ്യുന്നു. അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് അവന് കരുണ തോന്നുന്നു, തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനനാക്കുന്നു. ആകയാൽ അവൻ പിന്നെ കുറ്റം പറയുന്നത് എന്ത്? ആർ അവൻ്റെ ഇഷ്ടത്തോട് എതിർത്ത് നിൽക്കുന്നു എന്ന് നീ എന്നോട് ചോദിക്കും. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുവാൻ നീ ആർ? മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചതെന്ത് എന്ന് ചോദിക്കുമോ? അല്ല, കുശവന് അതേ പിണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? എന്നാൽ ദൈവം തൻ്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തൻ്റെ തേജസ്സിൻ്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിൽ എന്ത്? എൻ്റെ ജനമല്ലാത്തവരെ എൻ്റെ ജനമെന്നും പ്രിയയല്ലാത്തവളെ പ്രിയയെന്നും ഞാൻ വിളിക്കും. നിങ്ങൾ എൻ്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞ ഇടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും എന്ന് ഹോശേയ പുസ്തകത്തിലും അരുളി ചെയ്യുന്നുവല്ലോ. യെശയ്യാവോ ഇസ്രായേലിനെ കുറിച്ച്, ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടൂ. കർത്താവ് ഭൂമിയിൽ തൻ്റെ വചനം നിവർത്തിച്ച് ക്ഷണത്തിൽ തീർക്കും എന്ന് വിളിച്ചു പറയുന്നു. സൈന്യങ്ങളുടെ കർത്താവ് നമുക്ക് സന്തതിയെ ശേഷിപ്പിച്ചില്ലെങ്കിൽ നാം സോതോമിനെ പോലെ ആകുമായിരുന്നു, ഗോമേറയ്ക്ക് സദൃശ്യമാകുമായിരുന്നു എന്ന് യെശയ്യാവ് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നുവല്ലോ. ആകയാൽ നാം എന്തു പറയേണ്ടു? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു. വിശ്വാസത്താലുള്ള നീതി തന്നെ. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിങ്കൽ എത്തിയില്ല. അതെന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ അന്വേഷിച്ചതുകൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി. ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും വയ്ക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. സ്തോത്രം. റോമാലേഖനം 9, 10, 11 അധ്യായങ്ങൾ നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ ഇസ്രയേലിൻ്റെ അൺബിലീഫിനെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ വിവരിക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. റോമൻസ് ചാപ്റ്റർ 9, 10 and 11, Paul is dealing with the problem of the unbelief of Jewish people. And that is very close to his home as we see, close to his heart as we see in chapter 9 verses 1 to 4. He says, I myself, I have great sorrow and unceasing anguish in my heart. For I could wish, it is a hypothetical situation, even if he wished, he couldn't be accursed and cut off from Christ for the sake of my brothers, my kinsmen according to the flesh. And then Paul speaks about the privileges, the advantages, the special provisions of God in regard to his people. And yet they couldn't make use of the provisions God had so graciously given them. And that generates a question, that God has given them so much privileges, then why did they make use of it? In other words, God's promise was to them
And God made a promise through the covenant when he entered with them a covenant in the Old Testament times. And most of the people, although they were under the covenant of God, they were all lost. Only few people comes to Christ, as has been promised in the old covenant itself, that I'm going to make a new covenant with you in the last days. But not many people are privileged to come to the saving knowledge of Christ. What can we make out of it? If God's promises to them in a way failed, what about the new covenant of God? That is the problem Paul is dealing with here in these passages. യഹൂദന്മാരുമായിട്ട് ദൈവം ചെയ്ത ആ വലിയ ഉടമ്പടി ബന്ധത്തിൽ ദൈവം അവർക്ക് കൊടുത്തതാകുന്ന പ്രോമിസസ്, ആ പ്രോമിസസ് പ്രത്യേകിച്ച് ആ പുതിയ ഉടമ്പടി അവരുമായിട്ട് ചെയ്യുമ്പോൾ അതിൽ കൂടെ മിശിഹായിൽ കൂടെയുള്ള ആ വലിയ ഉടമ്പടി ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായിട്ട് വളരെ ചുരുക്കം പേരെ യഹൂദന്മാരുള്ളല്ലോ പൗലോസേ. എന്തുകൊണ്ടാണങ്ങനെ? അപ്പോൾ ആ ഒരു ചോദ്യത്തിനാണ് സോ പോൾ ഈസ് സ്പെസിഫിക്കലി ഡീലിംഗ് വിത്ത് ദിസ് ക്വസ്റ്റ്യൻ. No doubt he would have faced that question when he, during his itinerant days as a missionary. അദ്ദേഹം ഒരു മിഷണറിയായിട്ട് പലയിടങ്ങളിൽ, വിശേഷിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, ജൂവിഷ് സിനഗോഗുകളിൽ പോകുന്നു. അവർ ആ മെസ്സേജ് റിജക്റ്റ് ചെയ്യുകയാണ്. ദാറ്റ്സ് വാട്ട് വി റീഡ് in the first missionary journey. നമ്മളത് വായിക്കുന്നുണ്ട്, Acts of the Apostles 13 and 14. പിന്നെ 16 to അടുത്ത 16 മുതലുള്ള ഒന്നാമത്തെ മിഷണറി ജേർണിയിൽ നമ്മൾ വായിക്കുന്നു, യഹൂദന്മാരത് റിജക്റ്റ് ചെയ്യുന്നു. സിനഗോഗിൽ പ്രസംഗിച്ചെങ്കിലും only few accepted the message. Although Paul, during his first, second and third missionary journeys, he preached about the Messiah, about the salvation through Christ, but only few people accepted the message. And that was a great problem. So that made the question, as we meditated upon last week. Verse 6, Paul asked a question, but actually it is a question, but it is not as though the word of God has failed. So Paul says the word of God has not failed, because the word of God has been fulfilled, number one, in Abraham and in Isaac and in Jacob and in their spiritual lineage. It is not God's purpose according to election is intrinsic, it is inherently unjust that God choose some for salvation and pass by others. It looks like a failure of justice. പൗലോസ് പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം വൃഥാവായി പോയില്ല. എന്തുകൊണ്ട് വൃഥാവായി പോയില്ല? ഉത്തരമായിട്ട് കൊടുത്തു, അബ്രഹാമിൻ്റെ സന്തതിയിൽ 2 പേരുണ്ടായി. അതിൽ ഇസഹാക്കിനെ, വാഗ്ദത്ത സന്തതിയെ ദൈവം തിരഞ്ഞെടുത്തു. നമ്മളത് കഴിഞ്ഞ ആഴ്ച ശ്രദ്ധിച്ചു. അപ്പോൾ ആ കാര്യം അവർക്ക് മനസ്സിലാകും.
അബ്രഹാമിൻ്റെ സന്തതിയാകുന്ന അല്ലെ വാഗ്ദത്ത സന്തതി സാറായിൽ കൂടെ ഉള്ളതാണ് ആ സന്തതിയെ ദൈവം തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകും. എന്നാൽ അടുത്ത വിഷയത്തിലേക്ക് വരുമ്പോൾ യാക്കോബ് ഇസഹാക്കിൻ്റെ മക്കളാകുന്ന യാക്കോബിനെക്കുറിച്ചും ഏശാവിനെക്കുറിച്ചും പറയുമ്പോൾ ആ വിഷയത്തിൽ ആ ഒരു വളരെ വലിയൊരു ഒരു കൗണ്ടർ ക്വസ്റ്റ്യൻ അവിടെ വരികയാണ്. സോ വെൻ പോൾ മെയ്ഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് that God's word had not failed. Why? Because God chose Isaac, the promised seed, because it was promised not through Ishmael but through Isaac. He was going to bless the people, so that they could understand, because Isaac was the promised seed. ഇസഹാക്ക് എന്ന വ്യക്തി വാഗ്ദത്ത സന്തതിയാണ്. അതുകൊണ്ട് അതവർക്ക് മനസ്സിലാക്കാം. എന്നാൽ പ്രത്യേകിച്ച് ഇഷ്മയേൽ ഹാഗാറിൽ ജനിച്ചതാണ്. എന്നാൽ യാക്കോബിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ ഇസഹാക്കിൻ്റെ കാലം പറയുമ്പോൾ അവിടെ ഏശാവും യാക്കോബും വരുന്നു. അപ്പോൾ ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എന്നിട്ട് പറയുക, വേഴ്സ് 11, കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവർത്തികൾ നിമിത്തമല്ല. അപ്പോൾ ഇൻ വേഴ്സ് 11, though they were not yet born and had done nothing either good or bad. That is very important. In order that God's purpose of election might continue, not because of works, but because of him who calls. She was told, the older will serve the younger. As it is written, Jacob I loved, but Esau I hated. So, ഈ ഒരു കാര്യം, അതായത് ദൈവത്തിൻ്റെ വചനം വൃഥാവായി പോയില്ല, മറിച്ച് അബ്രഹാമിലും ഇസഹാക്കിലും യാക്കോബിലും അവരുടെ വംശാവലിയിൽ അത് നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു എന്നത് ശരിയാണ്. തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം അത് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ തന്നെ അന്തർലീനമായിരിക്കുന്നെങ്കിൽ ദൈവം രക്ഷയ്ക്കു വേണ്ടി ചിലരെ തെരഞ്ഞെടുത്തത് മറ്റുള്ളവരെ അവഗണിച്ചു എന്നുള്ളത് പ്രാഥമികമാകുന്ന നീതിയുടെ ലംഘനമല്ലേ? ഇതാ ചോദ്യം. യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? സോ if God, because he wanted to continue his purpose of election, Paul just stated, yes, Esau I hated even before he was born, while they were still in the womb, before they could do anything. And it is written, in order that God's purpose of election might continue, not because of works, but because of him who calls. So that is a big problem. And Paul, in verses 14 to 18, Paul is answering this question. Is God unjust then? ഓക്കെ, 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ആകയാൽ നാം എന്തു പറയേണ്ടു? ദൈവത്തിൻ്റെ പക്കൽ അനീതിയുണ്ടോ? അപ്പോൾ അതാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. മുകളിൽ പറഞ്ഞ ആ കാര്യം ഉള്ളിൽ വെച്ച് തന്നെ ഏശാവിനെ ഹേറ്റ്, ആ വിഷയമൊക്കെ നമ്മൾ ചിന്തിച്ചതാണ്. ഹെയ്റ്റ് എന്നും ലവ് എന്നും ഒക്കെ പറയുന്ന വിഷയം എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിച്ച, അതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നില്ല.
അങ്ങനെയെങ്കിൽ അത് വളരെ അൺജസ്റ്റ് അല്ലേ? What then shall we say? Is God unjust? Paul's immediate answer is not at all. Why? Then he goes on to explain. So, ദൈവത്തിൻ്റെ പക്കൽ അനീതി ഉണ്ടോ? പൗലോസിൻ്റെ ഉത്തരം ഒരു നാളും ഇല്ല. എന്തുകൊണ്ടില്ല? ആ കാര്യമാണ് പൗലോസ് അടുത്ത വാക്യങ്ങളിൽ പറയുന്നത്. Why? He says to Moses, for he says to Moses, that word is there in English. Why there is no injustice with God? Paul says no. For he says to Moses, I will have mercy on whom I have mercy, and I will have compassion on whom I have compassion. So now, Paul is defending God's justice. How does he defend? He defends God's justice by proclaiming God's mercy. Okay? ഇവിടെ എനിക്കറിയാം, ഇത് ഇങ്ങനെയുള്ള സ്റ്റഡി നമ്മളധികം കടന്നു പോകാത്തതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് വചനമാണ്, നമ്മളത് ഉള്ളിലോട്ട് ഗ്രഹിക്കാനായിട്ട് മനസ്സിലാക്കണം. ഞാൻ വേദപുസ്തകത്തിൽ നിന്നില്ലാത്ത ഒന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല, അവിടെ ഉള്ള മാത്രം. നമ്മൾ ആ ആർഗ്യുമെൻ്റ് കണ്ടു. ഏശാവിനെ ദ്വേഷിച്ചു, യാക്കോബിനെ സ്നേഹിച്ചു എന്നൊക്കെ പറയുമ്പം അതും ഗുണമാകട്ടെ ദോഷമായതാകട്ടെ ഒന്നും ചെയ്തില്ല. അമ്മയുടെ ഉദരത്തിൽ ഇരുന്നപ്പം അതിൻ്റെ ഉദ്ദേശം എന്നാന്ന് പറഞ്ഞു. കാരണം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഗുണം നോക്കിയിട്ടല്ല എന്നാണ് പോൾ അവിടെ പറഞ്ഞതിൻ്റെ ആശയം. എന്നാൽ അത് കേൾക്കുമ്പോൾ വളരെ ഷോക്കിങ്ങാണ്. അത് വളരെ ഷോക്കിങ്ങാണ്. അങ്ങനെ ദൈവത്തിൻ്റെ പക്കൽ അനീതി ഉണ്ടല്ലോ. കാരണം ഉദരത്തിൽ വെച്ച് തന്നെ പറഞ്ഞു, മൂത്തവൻ ഇളയവനെ സേവിക്കും. അങ്ങനെ പിന്നെന്തുവാ? അത് അനീതിയല്ലേ? It may seem to be an injustice on the face of it, but when you study, when you dive deeper, Paul says, no. How does he say no? Because he, instead of telling them about the justice of God, he is proclaiming the mercy of God. How does it add up? We will see that. പൗലോസ് ഈ പറയുന്നതിൻ്റെ ആശയം എന്താ? ദൈവത്തിൻ്റെ പക്കൽ അനീതിയുണ്ടോ? ഒരു നാളുമില്ല. എന്തെന്നാൽ for he says to Moses, എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് എനിക്ക് കരുണ തോന്നുന്നു, എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് എനിക്ക് കനിവ് തോന്നുന്നു എന്ന് പറഞ്ഞാൽ, ദൈവം പാപികളോട് അവരെ രക്ഷിപ്പാനായിട്ടിടപെടുന്നത് നീതിയുടെ ബേസിസിലല്ല, കരുണയുടെ ബേസിസിലാണ്. Did you get that? ദൈവം നമ്മളെ രക്ഷിക്കാൻ തീരുമാനിച്ചത് നീതിയുടെ അടിസ്ഥാനത്തിലല്ല. അത് നമ്മളിപ്പോൾ കാണും താഴോട്ട് വരുമ്പോൾ. പിന്നെ കരുണയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ ചോദ്യം തന്നെ തെറ്റാണ്. അതാ പോൾ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? God's salvation, when Paul defends
the justice of God, instead of talking about the justice of God, he proclaims the mercy of God. Why? Because the very question about God's justice is misconceived, because the basis on which God deals savingly with sinners is not justice but mercy. For salvation does not depend on man's desire or effort. That is, on anything we want to strive for, but on God's mercy. Look at that. Verse 16, 16-ാമത്തെ വാക്യം. അതായത് രക്ഷയെന്നുള്ളത് ദൈവം കരുണയുടെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്, അല്ലാതെ നീതിയുടെ അടിസ്ഥാനത്തിലല്ല. നീതിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആരും രക്ഷിക്കപ്പെടുകയില്ല. അതാ ഇവിടുത്തെ വിഷയം. ഓക്കെ, എന്നിട്ട് 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താലത്രേ സകലവും സാധിക്കുന്നത്. വേഴ്സ് 16, so then I will have mercy on whom I have mercy, I will have compassion on whom I have compassion. So then, it depends not on human will or exertion, but on God who has mercy. So, salvation entirely depends on God's mercy, not God's justice. Okay. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടല്ലോ? എനിക്കറിയാം, ഇത് നമുക്ക് അത്ര ഫെമിലിയർ ടെറിട്ടറി അല്ലാത്തത് കൊണ്ട് ഇച്ചിരി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം, ഹാർഡ് മീറ്റ് ആണെന്നും എനിക്കറിയാം. പക്ഷെങ്കിൽ ഇത് ഈ വേദഭാഗമൊക്കെ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ദൈവത്തിൻ്റെ ആ വലിയ കരുണ. നമ്മൾ താഴോട്ട് ചിന്തിക്കും, ദൈവം ചിലരെ നരകത്തിലോട്ട് വിടാൻ വെച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനൊന്നുമില്ല. അങ്ങനൊന്നും ദൈവം ചെയ്തിട്ടില്ല. അതൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. പിന്നെ താഴോട്ട് നമുക്ക് ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. ലെറ്റ് us see. So in verse 15, having quoted God's word to Moses, so in 15-ാമത്തെ വാക്യത്തിൽ മോശയോട് ദൈവം പറഞ്ഞ ഒരു വാചകമാണ് പൗലോസ് അവിടെ കോട്ട് ചെയ്യുന്നത്. ഇൻ എക്സോഡസ് 33 verse 19. So verse 15, Paul writes, quoting Exodus 33:19. Now in the next verse, verse 17, Paul quotes God's word to Pharaoh. മോശയോട് പറഞ്ഞത്, കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുന്നു, കനിവ് തോന്നണം എന്നുള്ളവനോട് എനിക്ക് കനിവ് തോന്നുന്നു. അത് പറഞ്ഞിട്ട് ഫറവോയോട് ദൈവം പറഞ്ഞ ആ കാര്യം പുറപ്പാട് പുസ്തകം 9:16 എന്താണ് അത് പറഞ്ഞത്? അവിടെ നമ്മൾ while we know there is we need to notice something as we pass. What is that? In verse 17 it is written, for the scripture says to Pharaoh. Let me tell you something. According to Paul, what God says and what the scripture says are one and the same thing. Okay? Look at that. In the Old Testament, God is telling through Moses to Pharaoh
God is using Moses to convey the message to Pharaoh. But here, Paul, referring to that, he says, God says to Pharaoh. Because what God says and what Scripture says are synonymous. It is one and the same thing. What is that? I raised you up for this very purpose, that I might display my power in you, and that my name might be proclaimed in all the earth. So, when God performed all the miraculous signs in the land of Egypt, it was with the purpose that they may know that there is no one except Yahweh. There is no God but Yahweh. That was the purpose. Okay. So, Paul uses these two words, namely, the words to Moses and the words to Pharaoh. He uses it as recorded in the book of Exodus. He uses it as complementary. So he uses both. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ആ വേദഭാഗങ്ങൾ മോശയോട് ദൈവം പറഞ്ഞതും ഫറവോനോട് ദൈവം പറഞ്ഞതും അത് പരസ്പര പൂരകങ്ങളായിട്ടാണ് 18-ാമത്തെ വാക്യത്തിൽ പോള് സമ്മപ്പ് ചെയ്യുന്നത്. സോ ഇൻ the words to Moses and the words to Pharaoh, as Paul is quoting from the book of Exodus, and he is summing up in verse 18 as complementary. How? Therefore, God has mercy on whom he wants to have mercy, and he hardens whom he wants to harden. We will think about that. Okay? 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മുകളിൽ 2 കാര്യങ്ങൾ പറഞ്ഞു. മോശയോട് പറഞ്ഞു, കരുണ തോന്നണമെന്നുള്ളവനോട് എനിക്ക് കരുണ തോന്നുന്നു, കനിവ് തോന്നണമെന്നുള്ളവനോട് ഞാൻ കനിവ് തോന്നുന്നു. എന്നിട്ട് ഫറവോയോട് പറയുകയാണ്, ഇതിനായിട്ടല്ലോ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്. എല്ലാവരും എൻ്റെ പോണ്ടോ? ഇത് ഹാർഡ് മീറ്റാണെന്ന് എനിക്കറിയാം, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നറിയാം, എൻ്റെ ഉള്ളിൽ ഇതുണ്ട്, പക്ഷേ പറഞ്ഞു വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ കേൾക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണേ. ഐ എം ട്രൈയിങ് മൈ ബെസ്റ്റ് ടു മേക്ക് ഇറ്റ് ആസ് സിമ്പിൾ ആസ് പോസിബിൾ. എത്രത്തോളം ലളിതമാക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ പരിശ്രമിക്കുക. ലളിതമാണ്. നമ്മൾ പലപ്പോഴും ആ വേർഡ്സ് ബ്രേക്കേജ് വരുന്നത് കൊണ്ടാണ് പല കാര്യങ്ങളും മനസ്സിലാകാൻ പറ്റാത്തത്. എന്നാൽ അത് ഒന്ന് വായിക്കുമ്പം നമുക്കത് മനസ്സിലാകും. എന്നിട്ട് ഈ 2 കാര്യങ്ങളും, മോശയോടുള്ള വചനവും ഫറവോനോടുള്ള വചനവും എടുത്തിട്ട് 2ഉം കൂടെ ചേർത്ത് പോള് പറയുക, അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോടവന് കരുണ തോന്നുന്നു, തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനനാക്കുന്നു. So there is a problem here. What is that? Does God harden somebody's heart? That is the problem. Okay? ഇവിടുത്തെ പ്രശ്നം, ദൈവം ഒരു മനുഷ്യൻ്റെ മനസ്സങ്ങ് കഠിനമാക്കി കഴിഞ്ഞാൽ പിന്നെ കാര്യം പോയല്ലോ. അതാ ഇവിടുത്തെ പ്രശ്നം. എന്നാൽ let me tell you something. Let me make a statement first and then I will explain. Okay? I am quoting an eminent theologian here who by the way, who resides in, if I remember, in somewhere in Australia, Leon Morris. അദ്ദേഹം ഇപ്പോൾ ഒത്തിരി പ്രായമായി. ആ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ ഒരു കാര്യം,
neither here, listen, neither here nor anywhere else is God said to harden anyone who had not first hardened himself. Okay, let me repeat that. Neither here nor anywhere else is God said to harden anyone who had not first hardened himself. അതായത് ആദ്യം തന്നെത്താൻ കഠിനമാക്കാതെ ദൈവം ആരെയും കഠിനഹൃദയമുള്ളവനാക്കുന്നു എന്ന് ഇവിടെയോ തിരുവഴുത്തിൽ ഒരിടത്തോ പറഞ്ഞിട്ടില്ല. ഓക്കെ, വൈ? ബിക്കോസ് if you read book of Exodus, when God reveals himself in the burning bush to Moses, God warns him, go tell this to Pharaoh and perform all these miracles before him and tell him, let my people go. But God told him, because God knew everything from the beginning, God warned Moses, even if I perform, I do all these miraculous things, I know Pharaoh is going to harden his heart. ഓക്കെ, നമ്മൾ ആ ഭാഗം വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ മോശയോട് ദൈവം പറയുക, മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായിട്ട് പറയുക, ചെന്ന് ഫറവോനോട് പറയണം, എന്നെ ആരാധിപ്പാൻ ലെറ്റ് മൈ പീപ്പിൾ ഗോ, അവരെ വിടുക, ജനത്തെ വിടുക, നീ ഇതൊക്കെ ചെയ്യണം. നിങ്ങൾ ആ ഭാഗം വീട്ടിൽ പോയി പരിശോധിച്ച് നോക്കിക്കോ. ഇതൊക്കെ നീ ചെയ്യണം അവൻ്റെ മുൻപാകെ. പക്ഷേ ഞാൻ നിന്നോടൊരു കാര്യം പറയാം, അവൻ അത് ചെയ്യാനൊന്നും പോകുന്നില്ല. ഓക്കെ, സോ ഫാറോ hardened his heart against God and refused to humble himself. That is very plain in the story when you read the book of Exodus. So even before God hardened the heart of Pharaoh, if you search the scriptures, the Old Testament, it is very plain over there that even before God hardened Pharaoh's heart, he himself refused to submit himself before the commandment of God. This happens an awful lot. What? You refuse to obey God. The first thing is happening, you are hardening your own heart. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പുറപ്പാട് പുസ്തകം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഫറവോട് ചെന്ന് പറഞ്ഞപ്പം എന്നാ പറഞ്ഞേ? യഹോവ എന്നാ ചോദിച്ചേ? യഹോവ ആരാ? ആരാ? നീ പറയുന്ന യഹോവയെ കേൾക്കാൻ യഹോവ ആരാണ്? അത് ആവർത്തിച്ച് നമ്മൾ വായിക്കുന്നു. എന്നാൽ നിങ്ങൾ ആ സ്റ്റോറി വായിക്കുമ്പം പിന്നീട് വായിക്കുന്നു, യഹോവ ഫറോയുടെ ഹൃദയം കഠിനമാക്കി. നിങ്ങൾ പോയി വായിച്ചു നോക്കൂ. ആദ്യം ഫാറോ എന്താ ചെയ്യുന്നേ? ഫസ്റ്റ് he refused. He was rebellious. When the word of God was proclaimed through Moses, he was rebellious. The same thing, let me warn you, can happen to us as well. How? We hear, we know,
We know it is God's word. We know it can be understood by anyone. It is as plain as that is. But when you harden your heart, in other words, how you harden? You refuse to obey. പ്രിയമുള്ളവരെ, ഇത് എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണെന്നറിയോ? ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ, പല കാര്യങ്ങളുണ്ട്. അതങ്ങ് വിട്ടുകള ഉള്ളിൽ നിന്ന്. നീ നിനക്ക് തന്നെ ദോഷം ചെയ്യുക. എനിക്കറിയാതെ ഞാൻ പിണങ്ങിയിരിക്കുന്ന ആളോട് എൻ്റെ ആ പക റൈറ്റ്ഫുള്ളി അവനെന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ ചെയ്തിട്ടാ, എനിക്ക് ഉണ്ട്, ന്യായമുണ്ട്, ന്യായമില്ലാതിട്ടൊന്നുമല്ല. പക്ഷേ കർത്താവ് എന്നെ പറയുന്നേ forgive. പക്ഷെ ഞാൻ എന്നാ പറയുന്നേ, അങ്ങനെ അങ്ങ് ഫോർഗീവ് ചെയ്യാനൊന്നും പറ്റുകയില്ല. സോ എന്നാ സംഭവിക്കുന്നേ? I harden my heart. Did you get that? I just used an illustration. When God tells us something, we know the meaning. Nobody has to tell us. Do we need a special interpretation? When you go to the temple and you are going there to offer your sacrifice, and it is so plain, and while going you remember your brother has something against you, and Jesus tells us, leave it all there. First go and reconcile with your brother, then come and offer your sacrifice. Do we need any interpretation for that? It is as plain as the day. അല്ലേ? ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ, how we harden our heart. We harden when we rebel against God's word, when we refuse to obey, when we refuse to give away. You and I harden our heart. Okay. So there will be punishment for the children of God. What is that? Chastisement. മക്കളാണ് എന്തോ ഉണ്ട് ബാലശിക്ഷ എന്തിനു വേണ്ടിയിട്ടാ? ബാലശിക്ഷ നമ്മളെ വഴിയിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാ. അടി കിട്ടും. നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നും അല്ല അടി. ഉള്ളൊരു ക്യാൻസർ വരും, അതൊന്നുമല്ല. ചിലർ ചിന്തിക്കുന്ന അങ്ങനൊന്നും അല്ലെന്നേ. ദൈവത്തിനറിയാം എന്നെ എവിടാ തൊടേണ്ടിയെന്ന്. നിങ്ങളെ ഓരോരുത്തരെയും തൊടേണ്ടിയത് എവിടാന്ന് ദൈവത്തിനറിയാം, എനിക്കറിയില്ല. ഞാൻ ചിന്തിക്കും ഇതാണേ ഓക്കെ, മറ്റേത് ഇച്ചിരി പ്രയാസം. പക്ഷെ ദൈവത്തിനറിയാം എവിടെയാ എന്നെ പിടിക്കേണ്ടതെന്ന്. ഗോഡ് നോസ്. അവിടെ തന്നെ ദൈവം നമ്മളെ പിടിക്കും. കാര്യം എന്നാണെന്നറിയാം, നമ്മളെ എങ്ങനെയും, അതാണ് നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്നത്, നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ബാലശിക്ഷയുണ്ട് ദൈവമക്കളാണെങ്കിൽ. ദൈവമക്കളല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, കൊട്ടിയും വാടി നമ്മളിങ്ങനെ പോവും. ഒരു കുഴപ്പമുണ്ടാകില്ല. വെച്ചടി കയറ്റമായിരിക്കും. ഒരു കുഴപ്പമുണ്ടാകില്ല. ദൈവമക്കളാണേലോ ദൈവത്തിന് നമ്മളോട്
ഒരു ഭൂമിയിലെ മാതാവും പിതാവും തൻ്റെ കുഞ്ഞ് അവൻ എത്ര ഈവിളാകട്ടെ താല്പര്യം എപ്പോഴും എന്തായിരിക്കുമെന്നറിയാമോ? അയ്യോ ദൈവമേ കരുണ തോന്നണമേ. അതാണ് ഭൂമിയിലെ മാതാപിതാക്കളെങ്കിൽ നമ്മുടെ ആത്മാക്കളുടെ ഉടയവനാകുന്ന ദൈവത്തിൻ്റെ കൺസേൺ എത്ര വലുതായിരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചു. ദൈവമക്കളാണെങ്കിൽ God will chastise you. On the other hand, നേരെ മറിച്ച് ഫറവോൻ്റെ കേസിൽ ദൈവം തീരുമാനിച്ചു, I am going to manifest my glory through the very rebellion and hard-heartedness of this man. I am going to manifest my glory through this. ഇത് നമ്മൾ മനസ്സിലാക്കണം. അൾട്ടിമേറ്റ്ലി ദൈവത്തിൻ്റെ കോപം വെളിപ്പെടുമ്പോൾ എന്താ വരുന്നതെന്നറിയാമോ? പാപികളുടെ മേലുള്ള ദൈവശിക്ഷ മാത്രമല്ല വരുന്നത്, ദൈവത്തിൻ്റെ മഹിമ വെളിപ്പെടും. ദൈവം ആരാണെന്നുള്ളത് വെളിപ്പെടാനും കൂടെ പോകുകയാണ്. ഈ രണ്ട് വെളിപ്പാടാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത്. ഓക്കെ, അത് ഞാൻ ബൈ ദ വേ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. സോ ഇനീഷ്യലി Pharaoh hardened his heart. When you go back, because we are dealing with that problem, because somebody tells that God hardened. Yes, but even before God hardened the heart of Pharaoh, he himself hardened his heart. So even in this epistle, we read of God's wrath in the first chapter. God's wrath is expressed by giving them over to their own depravity. Chapter 1, verse 24, verse 26, and verse 28. In verse 18, 18 വാക്യം മുതൽ 1:18 മുതൽ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കോപം വെളിപ്പെടുന്നു എന്ന് പറഞ്ഞേച്ച് ദൈവത്തിൻ്റെ കോപം വെളിപ്പെടുന്നു. അതിൻ്റെ കാരണം പറയുന്നുണ്ട്. എന്നാണെന്നറിയാമോ? അവരുടെ അനീതി കൊണ്ട് സത്യത്തെ അവരെന്ത് ചെയ്തു? എന്തോ ചെയ്തു? സത്യത്തെ തടുത്തു. ദേ സപ്രസ്ഡ് ദ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ആ ട്രൂത്ത് എന്തുവാ? വേദപുസ്തകത്തിലെ ട്രൂത്ത് അല്ല, പിന്നെ പ്രകൃതിയിലുള്ള വെളിപ്പാട്. കാരണം അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നെക്സ്റ്റ് വേഴ്സ് ഒന്ന് വായിച്ചേ, കാണിച്ചേ. ക്യാൻ യു പുട്ട് അപ്പ് ദാറ്റ്? ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. എന്താ വെളിവാക്കിയത്? നെക്സ്റ്റ് വേഴ്സ്. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദർശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. എല്ലാ മനുഷ്യനും ഈ വെളിപ്പാടുണ്ട്, പ്രകൃതിയിലുള്ള ദൈവത്തിൻ്റെ വെളിപ്പാട് ഉണ്ട്. പക്ഷേ അവരെന്തോ ചെയ്തു? ആ വെളിപ്പാടിനെ സപ്രസ് ചെയ്തു. ഒരു വെളിപ്പാട് കൊടുത്തപ്പോൾ അതിനെ സപ്രസ് ചെയ്തപ്പം ദൈവം പറഞ്ഞു, ഓക്കെ, ഗോ അഹെഡ്, live as you please, sin as you please. അടുത്തതാണ് നമ്മൾ വായിക്കുന്നത്. എന്തോ പറഞ്ഞു? God gave them over. ഞാൻ അന്ന് ഇത് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, നാട്ടിൽ എൻ്റെ വല്യപ്പച്ചൻ പറയാനൊരു വാക്കുണ്ട്, അല്ല എൻ്റെ വല്യമ്മച്ചി അത് പറയുന്നേ, അടിച്ചേലേ പോയില്ലെങ്കിൽ പോയേലേ അടിച്ചേര് എന്ന് പറയുന്ന കാര്യം. അതാ ഇവിടെ നമ്മൾ വായിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ വായിക്കുന്നു. ഇതാണ്, ഇറ്റ് ഈസ് ഗോഡ്സ് ഡിവൈൻ ജഡ്ജ്മെൻറ്റ്. സോ ദ സെയിം കോമ്പിനേഷൻ of human rebellion and divine judgment in the hardening of their heart is seen in God's word to Isaiah.
For example, make the heart of this people calloused, which Jesus himself applied in his own teaching ministry, and Paul applied it to his. Okay, let us see that. ഇത് ഈ ഒരു കാര്യം, അതായത് ദൈവം ചിലരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുമെന്നുള്ളത് ദൈവത്തിൻ്റെ ശിക്ഷയുടെ ഒരു ഭാഗമാണ്. അത് ദൈവത്തിൻ്റെ വെളിപ്പാടുകൾക്കെതിരെ അവർ റിബല്യസായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാകണമെങ്കിൽ യെശയ്യാവ് 6:9 മുതലൊന്ന് വായിച്ചേ. ഐസയാ വേഴ്സ് ചാപ്റ്റർ 6:9 ഫോളോവിങ്. പ്ലീസ് റീഡ്. ഐസയാ 6:9 ഫോളോവിങ്. മറ്റൊരാൾക്ക് ഗ്രഹിക്കുകയുമില്ല. ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണ് അടച്ചിടുകയും ചെയ്യുക, അടിച്ചു കളയുകയും ചെയ്യുക. ദിസ് ഈസ് ടെറിബിൾ അല്ലേ? അത് ടെറിബിൾ അല്ലേ? അവിടെ എന്നാ പറഞ്ഞേക്കുന്നേ? അവർ കാണുകയും വേണ്ട, ഗ്രഹിക്കുകയും വേണ്ട. കാരണം അവർ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കണ്ട. അവർ തിരിഞ്ഞു വരണ്ടെന്ന്. അതുകൊണ്ട് നീ എന്ന് അവരുടെ ഹൃദയത്തെ അങ്ങ് തടിപ്പിക്കാൻ. ഇതേ കാര്യമാണ് യേശു കർത്താവ് അവിടുത്തെ ഉപദേശത്തിൽ ഈ കാര്യം പറഞ്ഞേക്കുന്നത്. ജീസസ് ഹിംസെൽഫ് യൂസ്ഡ് ദിസ് വെരി ടെക്സ്റ്റ് in his teaching ministry. Matthew 13:13 following, Mark 4:11 following, John's Gospel 12:39 following, and Apostle Paul himself to the Jews in Acts of the Apostles 28:25. We can read two verses. Matthew 13:13. അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കുകയാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു. ഞാൻ ഉപമകളാൽ അവരോട് സംസാരിക്കും. എന്നിട്ട് കർത്താവ് വീട്ടിലിരുന്നപ്പോൾ ശിഷ്യന്മാർക്ക് എന്നാ പറഞ്ഞു കൊടുത്തു? ഈ ഉപമയുടെ അർത്ഥം ഗ്രഹിച്ചോ? ഇതാ എൻ്റെ അർത്ഥം. അപ്പം ശിഷ്യന്മാർക്കൊരു സംശയം, എന്നാ പുറത്തുള്ളവർക്ക് അതിൻ്റെ കാര്യം ഇതാ. പ്രിയപ്പെട്ടവരെ, ഈ നമ്മൾ ചിന്തിക്കും മനുഷ്യൻ്റെ പ്രോബ്ലം എല്ലാം ഈ ഫിസിക്കൽ പ്രോബ്ലം അല്ലെങ്കിൽ അവൻ്റെ ദുഃഖം അല്ലേ അങ്ങനെയൊക്കെ ഉള്ളതാണെന്നാ. അപ്പോൾ അതാ ഗോസ്പൽ എന്നാ. എന്നാൽ കർത്താവ് എന്തോ ആ ഗോസ്പൽ പറഞ്ഞതെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കർത്താവ് ജനത്തെ ചിന്നിയവരും ചിതറിയവരുമായിട്ട് കണ്ടിട്ട് അവരോട് മനസ്സലിഞ്ഞ് തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചു. ലിസൺ. പ്രശ്നങ്ങളുടെ നടുവിൽ, പട്ടിണിയുടെയും ദുരിതങ്ങളുടെയും രോഗങ്ങളുടെയും നടുവിലായിരുന്ന ഒരു ജനത്തെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞിട്ട് ആദ്യം എല്ലാവരെയും അങ്ങ് ലാർജ് സ്കെയിലായിട്ട് അങ്ങ് സൗഖ്യമാക്കുകയോ ആദ്യം അപ്പം കൊടുക്കുകയോ ഒന്നുമല്ല. പിന്നെന്താ ചെയ്തേ? കർത്താവ് മനസ്സലിഞ്ഞ് അവരോട് ഉപദേശിച്ചു. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പ്രശ്നം എന്നാണെന്നറിയാമോ? മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ അവൻ്റെ പാപമാണ് അവൻ്റെ പ്രശ്നം ഏത് കാലത്തും. അപ്പം കർത്താവിൻ്റെ വചനം വളരെ വ്യക്തം. നിങ്ങൾ ഇനിയും അപ്പോസ്തല പ്രവൃത്തി 28:25 കൂടെ ഒന്ന് വായിച്ചോളൂ. ആ ആ ആ ആ ആ ആ നോക്കിയേ, എപ്പോഴാണ് ഇതെന്നറിയാമോ? എപ്പോഴാണ് ഇത് എഴുതിയിരിക്കുന്നതെന്നറിയാമോ? ലൂക്കോസ്
രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോള് തിരുവഴുത്തുകളെ ആധാരമാക്കി യേശുവാണ് മെസ്സിഹ എന്നും പഴയ നിയമത്തിൽ പറഞ്ഞേക്കുന്നതിൻ്റെ നിവൃത്തിയിലാണ് യേശു വന്നതെന്നും യേശുവാണ് ഇസ്രായേൽ മുഴുവൻ കാത്തിരുന്ന ആ മെസ്സിഹ എന്നും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർക്ക് ബോധം വരുമാറ് സംസാരിച്ചെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വാക്കുണ്ട് അവിടെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർക്ക് ബോധം വരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ സംസാരിച്ചെന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് കുറച്ച് കാണരുത്. ഡോണ്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. ഇൻ ദ ബുക്ക് ഓഫ് ആക്ട്സ് it is written, that it is fulfilled what Isaiah prophesied, that I am hardening your heart. When did Paul the Apostle say that? After he had explained to them from the Old Testament scriptures that Jesus is the Christ, Jesus is the Messiah, Jesus is the salvation promised to our forefathers. He is the person. And he tried his best to convince them. But they were not convinced. And then Paul said, this is what is happening here. നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപാകെ നമുക്ക് അനുസരിക്കാൻ മനസ്സില്ലെങ്കിൽ അത് വെറുതെ പോകുകയല്ല. യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ 55-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടോ? എൻ്റെ വചനം, ആ വചനം ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കാതെ മടങ്ങി വരികയില്ലെന്ന്. അപ്പം ഞാനാ ചിന്തിക്കേണ്ടത്, എനിക്ക് ഗുണമാകുമോ ദോഷമാകുമോ? അപ്പം നിങ്ങൾ ചിന്തിക്കുക, അടുത്ത ടെനയറിന് നമുക്ക് ഇച്ചിരി എൻ്റർടൈൻമെൻ്റ് ഉള്ള ആരെങ്കിലും കൊണ്ടുവന്നു, നല്ല കാര്യമാണ്. കാരണം ഇതല്ലേ പറയുന്നത്, വന്ന ദിവസം മുതൽ ഇയാൾ ഇത് തന്നെയാണ് പറയുന്നത്, പോകുന്നവരെ ഇതേ പറയത്തുള്ളൂ. അതാ അങ്ങനെ, പോകുന്നവരെ ഇതേ പറയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, we need to take it very seriously, God's word. I have to take it very seriously. അതുകൊണ്ടാണ്, that is why James said, because there will be judgment on the teachers. James chapter 3 verse 1. We may think speaking from here is easy, but it is a double-edged sword. I will be held responsible, I know. And I fear. But it is God's mercy and grace again. So what Paul is telling us here, if at all somebody's heart is hardened, Paul is telling us God is not unjust. ഓക്കെ, നിങ്ങൾക്ക് അത്രയും കാര്യം മനസ്സിലായല്ലോ, ഞാൻ താഴോട്ടുള്ളത് പോകുന്നില്ലെന്ന്. പോൾ പറഞ്ഞതാ, ആ ചോദ്യത്തിൻ്റെ മറുപടിയാണ്, ദൈവത്തിൻ്റെ പക്കൽ അനീതിയുണ്ടോ? ഒരു നാളുമില്ല. കാരണം എന്നാ? കാരണം ദൈവം രക്ഷിക്കുന്നത് കരുണയുടെ ബേസിസിലാണ്. മോശയോടുള്ള വാക്ക്. 2, ഫറവോനോടുള്ള വാക്ക്, നിന്നെ എൻ്റെ ശക്തി വെളിപ്പെടുത്താനായിട്ടാണ് ഞാൻ നിർത്തിയേക്കുന്നത്. എന്നിട്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് 18-ാം വാക്യത്തിൽ സമ്മറൈസ് ചെയ്തിട്ട് പറഞ്ഞു, കനിവ് തോന്നണമെന്ന് ദൈവത്തിന് തോന്നുന്നുണ്ട്, കനിവ് തോന്നുന്നു. കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുന്നു. കഠിനമാക്കണമെന്ന് ദൈവം തീരുമാനിക്കുന്നവനെ
കഠിനനാക്കുന്നു. ആ വാക്ക് അങ്ങനെ തന്നെ വായിക്കുമ്പോൾ നമുക്ക് വലിയ പ്രയാസം തോന്നും. പക്ഷെങ്കിൽ കാര്യം എന്താണെന്നറിയാം? കാര്യം ഇതാ. So Paul is concluding, Paul is answering a question. Is God unjust? Paul says no. Why? Because God is saving a sinner not on the basis of justice. If that were the case, none of us will be saved. God mercifully saves some. And then what about the people who have been said to have been hardened by God or seemed to be hardened by God? Paul says no. Although he writes, he hardens, but when? As a result of his own obstinacy, his own rebellion, his own lack of submission to God's declaration of his glory. He didn't submit himself. Therefore God said, I'm going to punish you, I'm going to harden your heart, and thereby I am going to glorify my name. I'm going to do that. This is what happened in the case of Pharaoh. It is not that God is unjust. ദൈവം അനീതിയുള്ളവനാണെന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെയോ ദൈവം നമ്മെ രക്ഷിച്ച്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇഫ് സംബഡി ഈസ് ലോസ്റ്റ്, ദ റെസ്പോൺസിബിലിറ്റി ഈസ് ഹിസ്. ഇഫ് സംബഡി ഈസ് സേവ്ഡ്, ഇറ്റ് ഈസ് not because of any effort by us, rather it is God's mercy. ആരെങ്കിലും രക്ഷിക്കപ്പെടുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കരുണ. ശിക്ഷയിലേക്ക് പോകുന്നെങ്കിലോ അത് അവൻ്റെ ഉത്തരവാദിത്വം. ഇവിടെയാണ് രക്ഷയുടെ അത് എത്ര വലിയതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. The wonder of it is a wonder of wonders that God saved some. ദൈവം ചിലരെ രക്ഷിച്ചെന്നുള്ളതാ അതിശയം. ദൈവം ചിലരെ പണിഷ് ചെയ്തെന്നുള്ളതല്ല. ഇത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ഈസ് ഗോഡ് അൺജസ്റ്റ്? നോ. A vehement no, Paul says. Why? This is the reason. I hope you understood something. We will deal with the rest of the passage, God willing, next week. നമ്മൾ അടുത്ത ഭാഗം ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ചയിൽ ചിന്തിക്കും. ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയറായി എന്ന് ഞാൻ കരുതുകയാണ്. ക്ലിയറായില്ലെങ്കിലും നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടാൽ ഞാനത് വീണ്ടും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരിൽ ഒരാൾക്ക് പ്രാർത്ഥിക്കാം.